ഹലോ ഹായ്, ഞാൻ ഗിരീഷ്. ഇപ്പോൾ ഈ വീഡിയോയുടെ ആവശ്യകത എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ രാജ്യത്തിലെ നികുതി വ്യവസ്ഥ സമൂലമായ ഒരു ബൃഹത് പരിഷ്കരണത്തിന് വേദിയാവുകയാണ് ഈ ജൂലൈ 1 മുതൽ. അതായത് GST നടപ്പിലാകുന്നു. ചാനലുകളിൽ വിവിധ തരത്തിലുള്ള ചർച്ചകൾ സംഘടിപ്പിക്കുന്നുണ്ട്. എങ്കിലും GST എന്നാൽ എന്ത് എന്ന സാധാരണക്കാരുടെ സിമ്പിളായിട്ടുള്ള ചോദ്യത്തിന് ഒരു ലഘുഭാഷയിൽ ഉത്തരം നൽകാൻ ചാനലുകൾ ഇനിയും തയ്യാറായിട്ടില്ല. എന്താണ് GST എന്നാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതായത് ചരക്ക് സേവന നികുതി. വളഞ്ഞു മുക്കിൽ പിടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇപ്പോൾ തന്നെ നാം ഒരു ഉൽപ്പന്നത്തിനോ ഒരു സേവനത്തിനോ പ്രത്യക്ഷമായോ പരോക്ഷമായോ നിരവധി നികുതികൾ നൽകാറുണ്ട്. അതായത് സെൻട്രൽ ഗവൺമെൻറ് ടാക്സ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ടാക്സ്, വാല്യൂ ആഡഡ് ടാക്സ്, അതായത് മൂല്യവർദ്ധിത നികുതി, ടാക്സിന്മേൽ ടാക്സ്, അതായത് സെസ്, കസ്റ്റംസ് തീരുവ, എക്സൈസ് തീരുവ, അതുകൂടാതെ ചെക്ക് പോസ്റ്റ് നികുതികൾ, അങ്ങനെ പലതും. എന്നാൽ ഇത്തരം നികുതികൾ ഏകീകരിച്ച് രാജ്യവ്യാപകമായി ഏകീകൃതമാക്കി ഓരോ ഉൽപ്പന്നത്തിനും സേവനത്തിനും ഒരൊറ്റ നികുതി എന്ന വസ്തുതയാണ് GST. അതായത് GST നടപ്പിലായി കഴിഞ്ഞാൽ നാം ആദ്യം പറഞ്ഞ ടാക്സുകൾ എല്ലാം ഇല്ലാതാകും. 0.25% മുതൽ 28% വരെയുള്ള വ്യത്യസ്ത റേറ്റുകളായിരിക്കും GSTയിലെ ഓരോ വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾക്കും ബാധകമാക്കുക. GST വന്നു കഴിഞ്ഞാൽ സാധാരണക്കാരൻ്റെ കുടുംബ ബഡ്ജറ്റിനെ അനുകൂലമായിട്ടാണ് ബാധിക്കുന്നതെന്നാണ് പല ചാനൽ ചർച്ചകളിലും നാം കണ്ടിട്ടുള്ളത്. എന്നാൽ സംഭവം തികച്ചും വ്യത്യസ്തമാണ്. നമ്മൾ വാഹനത്തിൻ്റെ കാര്യം മാത്രം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഓരോ ആഡംബര വാഹനമായ ബെൻസ്, പ്രാഡോ, ഓഡി, BMW എന്നിങ്ങനെയുള്ള വാഹനങ്ങൾക്ക് 50 മുതൽ 55% വരെയാണ് ഇപ്പോൾ ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ GST നടപ്പിലാക്കുന്നതോടെ മാക്സിമം ടാക്സ് റേറ്റായി 28% ആകുമെന്നതിനാൽ ആ വാഹനത്തിൻ്റെ വിലയിൽ 12%-ഓളം വിലക്കുറവിന് കാരണമാകും. അതായത് 50 ലക്ഷം വില വരുന്ന ഒരു വാഹനത്തിന് 45 ലക്ഷത്തിൽ താഴെയിലേക്ക് അതിൻ്റെ വില എത്തും. അത് ആ മാനുഫാക്ചറർ തരുവാണെങ്കിൽ മാത്രം. എന്നാൽ ഇടത്തരം വാഹനങ്ങളുടെ കാര്യം അതല്ല. നിലവിലുള്ള ടാക്സ് റേറ്റും GSTയിലെ ടാക്സ് റേറ്റും തമ്മിൽ ഒത്തിരി വ്യത്യസ്തം ഉണ്ടാവുന്നില്ല എന്ന കാരണത്താൽ വാഹനത്തിൻ്റെ വിലയിൽ വലിയ മാറ്റത്തിന് സാധ്യതയില്ല. എന്നാൽ ടൂ വീലറുടെ കാര്യം തികച്ചും വ്യത്യസ്തമാണ്. ടൂ വീലർക്ക് GSTയിലെ മാക്സിമം ടാക്സ് റേറ്റായ 28% തന്നെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഏകദേശം ഒരു 6%-ഓളം വില വർധനയ്ക്കാണ് സാധ്യത. നമ്മളുടെ നിത്യോപയോഗ സാധനങ്ങളായ പല പ്രോഡക്ട്സിനും GST ബാധകമാണ്. എങ്കിലും ചില പ്രോഡക്ട്സിൻ്റെ ടാക്സ് ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറയുകയും ചിലതിൻ്റെ ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുകയും ചെയ്യുന്നത് കൊണ്ട് ആവറേജ് ചെയ്തെന്നോളും എന്ന് തന്നെയാണ് നമുക്ക് പ്രത്യാശിക്കാം. എന്നാൽ ചില സേവനങ്ങൾക്ക് GST വന്നു കഴിഞ്ഞാൽ വില കുറയുമെന്ന് പറയുന്നുണ്ട്. അതായത് എക്കണോമിക്കലായ ട്രെയിൻ യാത്രകൾ, അതുപോലെ എയർവേസ് യാത്രകൾക്കെല്ലാം GST ടാക്സ് റേറ്റ് കുറവായിരിക്കും എന്ന് പറയുന്നുണ്ട്. എങ്കിലും ബാക്കിയുള്ളതിനെല്ലാം, അതായത് ഇൻഷുറൻസ് പ്രീമിയത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ടാക്സ് റേറ്റ് 15%. അത് GST നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സ് റേറ്റ് 18% ആവും. അപ്പോൾ പ്രീമിയം റേറ്റ് വർദ്ധിക്കും. അതുപോലെ തന്നെയാണ് ടെലികോം സംബന്ധമായിട്ടുള്ള ടെലിഫോൺ ചാർജസ്. ഇപ്പോൾ ഉള്ളത് 15% നിന്ന് 18% തന്നെ ഉയരും. അപ്പോൾ ടെലിഫോൺ ചാർജ് കൂടും. പിന്നെ ബാങ്കിങ് ആൻഡ് ബാങ്കിങ് ഇതര സേവനങ്ങൾ, മ്യൂച്വൽ ഫണ്ട് എന്നിവയുടെ എല്ലാത്തിൻ്റെയും ടാക്സ് റേറ്റ് കൂടുകയാണ് ഈ GST വന്നു കഴിഞ്ഞാൽ. അതുപോലെ തന്നെയാണ് ഡ്രസ് ഐറ്റം, ചെരുപ്പ്, നിശ്ചിത 500 രൂപ മുകളിലുള്ള എല്ലാ ഐറ്റത്തിനും GST റേറ്റ് ഇപ്പോൾ നിലവിലുള്ള ടാക്സ് റേറ്റിനേക്കാളും കൂടുതലായിരിക്കും. പിന്നെയുള്ളതെന്ന് വെച്ചാൽ സ്വർണത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ 1 പവൻ സ്വർണം വാങ്ങുന്നതിന് 1.25% നിശ്ചിത വിൽപ്പന നികുതിയായിട്ട് കൊടുക്കുന്നത്. എന്നാൽ GST നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിൽപ്പന നികുതി 3%, അതായത് GST റേറ്റ് 3% ആകും. അതുമാത്രമല്ല, നമ്മൾ ഈ പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ വീണ്ടും 3% കടയുടമ GST ആയിട്ട് നൽകേണ്ടി വരും. അപ്പോൾ ഒരു വിൽപ്പന വാങ്ങൽ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6%-ഓളം മാത്രം ടാക്സ് ഇനത്തിൽ നമുക്ക് നഷ്ടമാണ്. അതുപോലെ മൊബൈൽ എക്സ്ചേഞ്ചിങ് ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. മൊബൈൽ എക്സ്ചേഞ്ച് കടയുടമ നമ്മുടെ പഴയ മൊബൈൽ തിരിച്ചു വാങ്ങുമ്പോൾ ആ മൊബൈൽ ഫോണിൻ്റെ ഫുൾ എമൗണ്ടിൻ്റെ നിശ്ചിത % GST ആയിട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗുണങ്ങളുണ്ട്. ചെക്ക് പോസ്റ്റുകൾ കാലക്രമേണ ഇല്ലാതാകും. അതായത് രാജ്യവ്യാപകമായി ഏകീകൃതമായി ഒരൊറ്റ നീതി വന്നു കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റിൻ്റെ ആവശ്യം പിന്നെ വരുന്നില്ല. അതുപോലെ കോർപ്പറേറ്റ് മേഖലകളിലുള്ള കമ്പനീസ്, അതുപോലെ വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ അക്കൗണ്ടിങ് പ്രൊസീജിയർ
ലഘൂകരിക്കാൻ പറ്റും. അങ്ങനെ ആ ജോലിഭാരം കുറയ്ക്കാൻ പറ്റും. പിന്നെ ഈ GSTയും ആദായ നികുതി റിട്ടേണുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഉള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടാക്സ് പേയേഴ്സ് പഴയ രീതിയിൽ തന്നെയാണ് ടാക്സ് കൊടുക്കേണ്ടത്. അതായത് GST ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് വാണിജ്യ സ്ഥാപനങ്ങളെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ചേഞ്ചിങ് ആണ്, ടാക്സ് റേറ്റിലുള്ള ചേഞ്ചിങ് ആണ്. പിന്നെ കൂടുതൽ കാര്യങ്ങളുണ്ട്, എങ്കിലും ബോറടിപ്പിക്കുന്നില്ല. ഇത് GSTയെ കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ ഇത് ഇഗ്നോർ ചെയ്തേക്കുക. അല്ലാത്തവർ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. സാധാരണക്കാർക്ക് എന്തെങ്കിലും ഉപകാരപ്രദമാകട്ടെ. എനിവേ, ഓൾവേസ് താങ്ക്സ്.